ഹലോ ഫ്രണ്ട്സ്, വെക്ടേഴ്സ് എന്ന പുതിയ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെക്ടേഴ്സിൻ്റെ ഒരു ഇൻട്രഡക്ടറി ലെക്ചറാണ് ഇന്ന്. എന്താണ് വെക്ടേഴ്സ്, സ്കലാർസിൽ നിന്നും വെക്ടേഴ്സ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, വെക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ് വെക്ടറാണുള്ളത്, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വെക്ടേഴ്സിനെ എങ്ങനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നും നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ വെക്ടേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രേറ്റ് ലൈൻ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൻ്റെ എക്സാം ആയിരിക്കും ആദ്യം ഉണ്ടാവുക. അതിനോട് കൂടെ തന്നെ സുവോളജിയും കെമിസ്ട്രിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ചാപ്റ്റർ നന്നായി പഠിച്ചതിന് ശേഷം അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യണം. നമ്മുടെ ജൂലൈ 7th നമ്മുടെ ആദ്യത്തെ എക്സാം വരുന്നത്. അതിൻ്റെ ശേഷം എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ എക്സാം നടത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിനനുസരിച്ച് തന്നെ നിങ്ങളുടെ പഠനമൊക്കെ ക്രമീകരിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, എനിവേ നമുക്കിന്ന് വെക്ടേഴ്സ് പഠിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം അല്ലേ. അതായത് നമ്മൾ താഴെ ക്ലാസ്സിൽ പഠിച്ചതാണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്കലാർ ക്വാണ്ടിറ്റീസ് എന്നും വെക്ടർ ക്വാണ്ടിറ്റീസ് എന്നും. സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെയാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ടെമ്പറേച്ചർ പറയുകയാണെങ്കിൽ, ടെമ്പറേച്ചർ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഏത് ഡയറക്ഷനിലാണെന്ന് പറയേണ്ട കാര്യമില്ല. അതേസമയത്ത് നമ്മൾ വെലോസിറ്റി പറയുകയാണെങ്കിൽ, വെലോസിറ്റി 10 m/s ഒരു കാറ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഏത് ദിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി നമ്മൾ പറയണം അല്ലേ. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും പറയണം, അതുപോലെ തന്നെ എന്താണ് ഡയറക്ഷനും പറയണം. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ഇവരെ രണ്ടാളെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സ്കലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അതേസമയത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ അല്ലേ. ഉദാഹരണം നമ്മൾ വോളിയം അല്ലേ, വോളിയം എന്നുള്ളത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഒരു ഓബ്ജക്റ്റിൻ്റെ വോളിയം നമ്മൾ പറയുമ്പോൾ അത് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലേ. വോളിയം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതി. അതുപോലെ മാസ്, എൻ്റെ കയ്യിലുള്ള ഒരു ബാഗ് 2 kg മാസ് ഉള്ളതാണ് എന്ന് നമുക്ക് പറയാം. അതേസമയത്ത് അത് ഏത് ഡയറക്ഷനിലേക്കാണ് 2 kg എന്ന് നമ്മൾ പറയില്ല അല്ലേ. ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ള ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസാണ് എന്ത്, സ്കലാർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ അതിന് എക്സാമ്പിൾസാണ് ലെങ്ത്ത്, അതുപോലെ എന്താണ് വോളിയം അതിന് എക്സാമ്പിളാണ്, മാസ് അതിന് എക്സാമ്പിളാണ്, ടെമ്പറേച്ചർ അതിന് എക്സാമ്പിളാണ് അല്ലേ. ഉദാഹരണമായിട്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പം ഒരു ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാം. അതേസമയത്ത് അത് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലേ. അതുപോലെ ടൈം, വർക്ക്, എനർജി, ഇതെല്ലാം എന്താണ്, സ്കലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, ഇനി വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷനും പറയുന്നുണ്ട് അല്ലേ. ഇനി മറ്റൊരു പ്രോപ്പർട്ടി കൂടി വെക്ടറിനുണ്ട്. വെക്ടർ ആവണമെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം, അതോടുകൂടെ തന്നെ അത് വെക്ടർ ലോ ഓഫ് അഡീഷൻ ഒബേ ചെയ്യണം. അതായത് വെക്ടേഴ്സിന് നമ്മൾ ആഡ് ചെയ്യുന്നത് സാധാരണ ആൽജിബ്രൈക്കൽ അഡീഷൻ അല്ല വെക്ടേഴ്സിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പം 2 kg റൈസ് ഓക്കെ ഒരു പാത്രത്തിലെടുത്തു, അതുപോലെ മറ്റൊരു പാത്രത്തിൽ വേറെ ഒരു 2 kg റൈസ് എടുത്തു. അതിന് രണ്ടിനെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റൈസിനെ രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് 2 + 2 ടോട്ടൽ റൈസ് എന്ന് പറയുന്നത് 2 + 2 = 4 kg എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് സ്കേലാർ ക്വാണ്ടിറ്റീസിന് നമുക്ക് ആൾജിബ്രൈക്കലി ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതേസമയത്ത് വെക്ടർ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ കുറച്ച് ലോസ് ഉണ്ട്. ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ, അല്ലെങ്കിൽ എന്താണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന വെക്ടർ ലോ ഓഫ് അഡീഷൻ ഉണ്ട്. അപ്പോൾ ആ വെക്ടർ ലോസ് അല്ലെങ്കിൽ വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്ന ആ ലോസ് ഒബേ ചെയ്യുന്ന അത്തരം ക്വാണ്ടിറ്റീസിനെ മാത്രമേ നമുക്ക് വെക്ടർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉദാഹരണമായിട്ട് കറണ്ടിന് ഒരു ഡയറക്ഷൻ ഉണ്ട് അല്ലേ. കറണ്ടിന് ഒരു ഡയറക്ഷൻ ഉണ്ട്, അതുപോലെ അതിന് എന്തുണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അതേ സമയത്ത്
കറൻറ്റിൻ്റെ അഡീഷൻ എന്ന് പറയുന്നത് ആൾജിബ്രായിക് അഡീഷനാണ്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടെന്ന് സങ്കല്പിക്കാം. 10 ആംപിയർ ഉണ്ട്. അപ്പോൾ ഈ 10 ആംപിയർ ഇവിടുന്ന് 5 ആംപിയർ വരുന്നുണ്ട്, ഇവിടെ നിന്നും 5 ആംപിയർ വരുന്നുണ്ട്, കറണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് 5 ആംപിയർ ആണ്, ഇത് 5 ആംപിയർ ആണ്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നും പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 5 + 5 = 10 എന്ന് നമുക്ക് പറയാം. അതേസമയത്ത് കറണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു എങ്കിൽ ഈ 5 + 5 എന്നുള്ള രീതിയിലല്ല നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ടിന് ഇവിടെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, കറണ്ടിൻ്റെ ഡയറക്ഷനും നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതേസമയത്ത് കറണ്ട് വെക്റ്റർ ലോ ഓഫ് അഡീഷൻ ഒബേ ചെയ്യാത്തതുകൊണ്ട് കറണ്ട് എന്തല്ല, ഒരു വെക്റ്റർ അല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വെക്റ്റർ ആവണമെങ്കിൽ അതെന്ത് ചെയ്യണം, അതിന് ഒരു മാഗ്നിറ്റ്യൂഡ് വേണം, അതുപോലെ ഡയറക്ഷനും വേണം, അതുപോലെ തന്നെ എന്ത് ചെയ്യും വേണം, അത് വെക്റ്റർ ലോ ഓഫ് അഡീഷൻ ഒബേ ചെയ്യണം. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വെക്റ്റർ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഒരു വെക്റ്റർ ആണ്, അതുപോലെ ഫോഴ്സ് ഒരു വെക്റ്റർ ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്റ്റർ ആണ്, ആക്സിലറേഷൻ മറ്റൊരു വെക്റ്റർ ആണ് അല്ലേ. ഇങ്ങനെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒക്കെ ഉള്ള വെക്റ്റർ ലോ ഓഫ് അഡീഷൻ ഒബേ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആവാനുള്ള 3 കണ്ടീഷൻസ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, അതിന് മാഗ്നിറ്റ്യൂഡ് വേണം, അതുപോലെ തന്നെ അതിന് ഡയറക്ഷൻ വേണം, അതേസമയത്ത് അതെന്തെയും വേണം, വെക്റ്റർ ലോ ഓഫ് അഡീഷൻ ഒബേ ചെയ്യണം അല്ലേ. അത്തരം ക്വാണ്ടിറ്റീസിനെ മാത്രമേ നമുക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി വെക്റ്റർ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? അതായത് വെക്റ്റർ ക്വാണ്ടിറ്റി ഇസ് ഡിനോട്ടഡ് ബൈ എ സ്മോൾ ആരോ അബവ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി അത് ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എസ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് എസ്, അതുപോലെ ആക്സിലറേഷൻ എ, അതുപോലെ വെലോസിറ്റി വി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മുകളിൽ ഒരു ആരോ കൊടുത്തിട്ടാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററിനെ നമ്മൾ എസ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ആരോ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. അതുപോലെ ആക്സിലറേഷൻ വെക്റ്റർ ആണെങ്കിൽ എ എന്ന ലെക്ചറിൻ്റെ മുകളിൽ, അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണല്ലോ എ എന്ന് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ മുകളിൽ ഒരു ആരോ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെക്റ്ററിനെ സൂചിപ്പിക്കുന്നത്. അതേപോലെ വിൻ്റെ മുകളിൽ ഒരു ആരോ ഇട്ടിട്ടാണ് വെലോസിറ്റി എന്ന് പറയുന്ന വെക്റ്ററെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വെക്റ്റർ ക്വാണ്ടിറ്റിയെ ഷുഡ് ബി റിട്ടൺ ആസ് എ എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എസ്, അതുപോലെ വെലോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ആസ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ എസ് എന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ആരോ ഇട്ടിട്ടാണ് വെക്റ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ വെലോസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ വെലോസിറ്റിൻ്റെ മുകളിൽ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ വെക്റ്റർ ആയിട്ടുള്ള വെലോസിറ്റി വെക്റ്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഒരു വെക്റ്റർ ആവുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ടാവും അല്ലേ. അപ്പോൾ എസ് എന്ന് പറയുന്നത്, എസിൻ്റെ മുകളിൽ ആരോ ഇട്ടിട്ട് നമ്മൾ എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ മോഡ് എ എന്ന് എഴുതാം അല്ലേ, അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് മോഡ് എസ് ഈക്വൽ ടു എസ് എന്നുള്ള ലെക്ചർ മാത്രം എഴുതാം, ആരോ മാർക്ക് എഴുതാതെ. ഓക്കെ, അപ്പോൾ ആരോ മാർക്ക് ഇടാതെ എസ് എന്ന് മാത്രം എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതേസമയത്ത് എസ് എന്ന ലെറ്റർ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന എസ് എന്ന ലെറ്റർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ആരോ മാർക്ക് ഇടുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്താൽ അത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. ഇത് എസ് മാത്രമാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് എസ് എന്നായി ഡിനോട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ വെലോസിറ്റി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് വി എന്ന ലെക്ചർ കൊണ്ട് മാത്രം ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എല്ലാ വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന ലെക്ചർ മാത്രം ഉപയോഗിച്ചിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വെക്ടറെ നമുക്ക് ഏതൊക്കെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം? ഓക്കെ, ഒരു വെക്ടറെ നമുക്ക് ഏതൊക്കെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം? പ്രധാനമായിട്ടും 2 രൂപത്തിലാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന് പിക്ചോറിയലി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, അതായത് ആ വെക്ടർ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇക്വേഷൻ്റെ ഫോമിൽ നമുക്കൊരു വെക്ടറിനെ എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് എ എന്ന് പറയുന്ന വെക്ടർ
എ എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ പിക്ചോറിയലി റെപ്രസെൻ്റ് ചെയ്തതാണ്. അതായത് അതിനെ വരച്ചിട്ടാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പം ഒരു ആരോ മാർക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, എ എന്ന വെക്ടറിനെ അല്ലേ. വെക്ടർ എ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? വെക്ടർ എനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഒരു ആരോ മാർക്ക് വരച്ചിട്ടാണ്. ആരോ മാർക്കിന് ഒരു ലെങ്ത് ഉണ്ട് അല്ലേ. ഈ ആരോ മാർക്കിൻ്റെ ലെങ്ത് ആണ് എന്ത്? എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഉദാഹരണമായിട്ട് ഈ ആരോ മാർക്കിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഓക്കെ, 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ആരോ മാർക്കിനെ ഞാൻ വരച്ചിട്ടുള്ളത് ഒരു പ്രത്യേക ഡയറക്ഷനിലാണ് അല്ലേ. അതായത് ഹൊറിസോണ്ടലായിട്ട് ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് ഈ ആരോ മാർക്ക്. ഓക്കെ ഓക്കെ ഈ ആരോ എന്ത് ചെയ്യുന്നുണ്ട്? ആരോ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഒരു ആംഗിൾ അതല്ലെങ്കിൽ തീറ്റ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡയറക്ഷനെ ഹൊറിസോണ്ടലുമായിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കലുമായിട്ടോ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇൻ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യാൻ പറ്റും? ലെങ്ത് ഉപയോഗിച്ചിട്ടും റെപ്രസെൻ്റ് ചെയ്യാം. രണ്ട് കാര്യങ്ങളാണല്ലോ ഒരു വെക്ടറിന് ഉണ്ടാവുക, ഒന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഒന്ന് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് നമുക്ക് വരച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ, അതല്ലെങ്കിൽ പിക്ചോറിയലായിട്ടാണ് നമ്മൾ ഒരു വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ലെങ്ത് ഉപയോഗിച്ചാൽ മതി. അതായത് വലിയ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ ആണെങ്കിൽ ലെങ്ത് വലുതായിരിക്കും പ്രൊപ്പോർഷനേറ്റ്ലി. അതുപോലെ ചെറിയ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ ആണെങ്കിൽ ലെങ്ത് ചെറുതായിരിക്കും, ആരോൻ്റെ ലെങ്ത് ചെറുതായിരിക്കും. അതേസമയത്ത് അതിൻ്റെ ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ഹൊറിസോണ്ടലുമായിട്ട് നമുക്ക് ആംഗിൾ വരക്കാം, അല്ലെങ്കിൽ വെർട്ടിക്കലുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ വരക്കാം. ഉദാഹരണമായിട്ട് ഇതൊരു വെക്ടർ ആണെങ്കിൽ, ഇതൊരു വെക്ടർ ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതാണ് ഇവിടുത്തെ വെർട്ടിക്കൽ അല്ലേ. അപ്പോൾ വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് നമുക്ക് പറയാം. അപ്പം ഇത്ര ഡിഗ്രിയിൽ വെർട്ടിക്കലുമായിട്ട് ആംഗിൾ മേക്ക് ചെയ്തിട്ടുള്ള ഒരു വെക്ടർ അല്ലേ, ആ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ പിക്ചോറിയലി വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി യൂണിറ്റ് വെക്ടറിൻ്റെ ഇൻ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് വെക്ടർ എ എന്ന് പറയുന്ന വെക്ടറിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെക്ടർ എനെ എനിക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും അതുപോലെ ഡയറക്ഷനുമാണല്ലോ ഉള്ളത്. അപ്പോൾ അത് രണ്ടും എഴുതിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് എ ഇൻറ്റു എ ക്യാപ്പ് എന്ന് എഴുതാൻ പറ്റും. എ ഇൻറ്റു എ ക്യാപ്പ്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി ഞാൻ എ എന്ന് മാത്രം എഴുതാണ്, ആരോ മാർക്കില്ലാതെ. അതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ അല്ലേ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. അതുപോലെ ഇതെന്താണ്? എ ക്യാപ്പ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. എൻ്റെ ഡയറക്ഷനാണ് എ ക്യാപ്പ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ എ എന്ന് സിമ്പിളായിട്ട് എ എന്ന് മാത്രം എഴുതിയാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് വെക്ടർ എൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഇത് നമുക്ക് പരിചയമില്ലാത്ത ടേമാണ് എ ക്യാപ്പ് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് എ ക്യാപ്പ് എന്ന് പറയുന്നത്? എ ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്ടർ along the direction of A. അതായത് വെക്ടർ എന്റെ ഡയറക്ഷനിലുള്ള 1 മാഗ്നിറ്റ്യൂഡുള്ള അല്ലെങ്കിൽ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറാണ് എന്ത്? എ ക്യാപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ സിംപ്ലി ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്നും യൂണിറ്റ് വെക്ടർ എനെ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? യൂണിറ്റ് വെക്ടർ എനെ വെക്ടർ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. വെക്ടർ എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. അതല്ലെങ്കിൽ നമുക്ക് വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് എഴുതാൻ പറ്റും അല്ലേ. വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്, ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദാറ്റ് വെക്ടർ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും വെക്ടറിനെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താണ്? ഒരു ഫോഴ്സ് എക്സ് ഡയറക്ഷൻ എക്സിന് അലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ് ആക്സിസിന് അലോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് 5 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ്. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 5 ന്യൂട്ടൺ ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് എഴുതാം. ഇവിടെ ഐ ക്യാപ്പ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ്. ഓക്കെ, അത് നമ്മൾ ഓർത്തോഗണൽ
യൂണിറ്റ് വെക്ടേഴ്സിനെ അല്ലെങ്കിൽ റെക്ടാങ്കുലർ യൂണിറ്റ് വെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത്ര മനസ്സിലാക്കി വെക്കുക, ഐ ക്യാപ്പ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ ആ യൂണിറ്റ് വെക്ടർ ഇൻറ്റു ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതാണ് ഈ ഫോഴ്സ് വെക്ടർ. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് വെക്ടറിനെ നമുക്ക് 5 ന്യൂട്ടൺ ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിറ്റ് വെക്ടറിൻ്റെ ഇൻ ടേംസിൽ വെക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം 2 റെപ്രസെൻറ്റേഷനാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നമുക്ക് പിക്ചോറിയലി പിക്ചർ വരച്ചിട്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ, അതായത് ആംഗിളൊക്കെ കൊടുത്തിട്ട് മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ ലെങ്ത്ത് മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ലെങ്ത്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂണിറ്റ് വെക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് വെക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എ യൂണിറ്റ് വെക്ടർ റെപ്രസെൻറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് എ ഗിവൺ വെക്ടർ. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എ ക്യാപ്പ് അല്ലേ, എ ക്യാപ്പ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് ഓഫ് എ, അതാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു ഗിവൺ വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിന് അല്ലെങ്കിൽ 1 മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള വെക്ടറിനാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയാം. ഓക്കെ, അത് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ പിന്നെ അത് എന്തിനുള്ളതാണ്, ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടുള്ളതാണത്. ഓക്കെ, വെക്ടർ എന്റെ ഡയറക്ഷൻ ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളതാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെക്ടർ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റും അല്ലേ. വെക്ടർ എനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. അപ്പോൾ ഇവിടെ എ ക്യാപ്പ് ഡിനോട്ട് ചെയ്യുന്നത് വെക്ടർ എന്റെ ഡയറക്ഷനാണ്. ഓക്കെ, റെഡി. ഇനി എന്താണ് റെക്ടാങ്കുലർ യൂണിറ്റ് വെക്ടേഴ്സ്? ഞാൻ നേരത്തെ 5 ന്യൂട്ടൺ ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് എഴുതി അല്ലേ. എന്താണ് ഈ ഐ ക്യാപ്പ്? അതായത് നമുക്ക് നമ്മളെ 3 ഡയമെൻഷനിലുള്ള ഏത് വെക്ടറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ് ആക്സിസിലുള്ള അതിൻ്റെ കമ്പോണൻറ്റ്, അതുപോലെ വൈ ആക്സിസിലുള്ള കമ്പോണൻറ്റ്, സെഡ് ആക്സിസിലുള്ള അതിൻ്റെ കമ്പോണൻറ്റ്, ഈ 3 കമ്പോണൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് വെക്ടറിനെയും എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ 5 ന്യൂട്ടൺ ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് പറഞ്ഞു അല്ലേ, 5 ന്യൂട്ടൺ ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ മീനിങ് എന്താണ്? അതായത് എക്സ് ഡയറക്ഷനിൽ, അതായത് പോസിറ്റീവ് എക്സ് ആക്സിസിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ എക്സ് ആക്സിസിൽ പോസിറ്റീവ് ഡയറക്ഷനിലുള്ള 5 ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് വെക്ടറാണിത്. ഓക്കെ, ഞാനൊന്നുകൂടി പറയാം. അതായത് എക്സ് ആക്സിസിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ 5 ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറിനെയാണ് നമ്മൾ 5n ഇൻറ്റു ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ സമയത്ത് ഞാൻ 10 ന്യൂട്ടൺ ഇൻറ്റു ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അതായത് വൈ ഡയറക്ഷനിൽ വൈ ആക്സിസിൽ പോസിറ്റീവ് ഡയറക്ഷനിലുള്ള 10 ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 5 ന്യൂട്ടൺ ഇൻറ്റു ഐ ക്യാപ്പിനെ എനിക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ, 5 ന്യൂട്ടൺ ഇൻറ്റു ഐ ക്യാപ്പ്. അതേ സമയത്ത് രണ്ടാമത് പറഞ്ഞ 10 ന്യൂട്ടൺ ഇൻറ്റു ജെ ക്യാപ്പ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഇരട്ടി മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷൻ ഏതിലാണ്? പോസിറ്റീവ് ഡയറക്ഷനിലാണ്, വൈ ആക്സിസിൽ പോസിറ്റീവ് ഡയറക്ഷനിലാണ്. വൈ ആക്സിസിലെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കാണ് അല്ലേ, അതുപോലെ വൈ ആക്സിസിലെ നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴേക്കാണ്. എക്സ് ആക്സിസിലെ പോസിറ്റീവ് വലതു ഭാഗത്തേക്കും എക്സ് ആക്സിസിലെ നെഗറ്റീവ് ഇടതു ഭാഗത്തേക്കാണ്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ 10 ന്യൂട്ടൺ ഇൻറ്റു ജെ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? മുകളിലേക്കാണ് അല്ലേ. മുകളിലേക്ക് ആദ്യം വരച്ച വെക്ടറിൻ്റെ ഇരട്ടി ലെങ്ത്തുള്ള വെക്ടർ, അതായത് പോസിറ്റീവ് വൈ ആക്സിസിലുള്ള വെക്ടറാണെന്ത്, ഫോഴ്സ് വെക്ടറാണെന്ത്, 10 ന്യൂട്ടൺ ഇൻറ്റു ജെ ക്യാപ്പ് എന്ന് പറയുന്നത്. അതേ സമയത്ത് -10 ന്യൂട്ടൺ ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ 10 ന്യൂട്ടൺ ഇൻറ്റു മൈനസ് ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജെ ക്യാപ്പ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ പോസിറ്റീവ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ്. അതുപോലെ മൈനസ് ജെ ക്യാപ്പ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ തന്നെ നെഗറ്റീവ് ഡയറക്ഷനിലുള്ള, അതായത് ഇതാണ് ജെ ക്യാപ്പ് അല്ലേ, ഇതാണ് മൈനസ് ജെ ക്യാപ്പ് അല്ലേ. അതായത് നെഗറ്റീവ് ഡയറക്ഷനിൽ വൈ ആക്സിസിൽ നെഗറ്റീവ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് എന്ത്, മൈനസ് ജെ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ 10 ന്യൂട്ടൺ ഇൻറ്റു മൈനസ് ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താഴ്ഭാഗത്തേക്കുള്ള
10 ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് വെക്ടറാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി ഞാൻ പറയാണ് 10 ന്യൂട്ടൺ ഇൻറ്റു മൈനസ് ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇടത് ഭാഗത്തേക്ക്, അതായത് മൈനസ് എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ തന്നെ നെഗറ്റീവ് ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഓർത്തോഗണൽ, അതായത് റെക്ടാങ്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഏത് വെക്ടറിനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നുകിൽ നമുക്ക് എക്സ് ആക്സിസിലായിരിക്കും നമ്മുടെ വെക്ടർ ഉള്ളത്, അതല്ലെങ്കിൽ വൈ ആക്സിസിലായിരിക്കും, അതല്ലെങ്കിൽ സെഡ് ആക്സിസിലായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ 3 ഡയമെൻഷനിലാണെങ്കിൽ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ റെക്ടാങ്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ദി യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് ദി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ദി ആക്സിസ് ഓഫ് ദി കോർഡിനേറ്റ് സിസ്റ്റം. കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ആക്സിസിന് അലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? റെക്ടാങ്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയാം. പ്രധാനമായിട്ടും 3 യൂണിറ്റ് വെക്ടേഴ്സ്, റെക്ടാങ്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് ആണുള്ളത്. നമുക്ക് ഒന്ന് ഐ ക്യാപ്പ് ആണ് അല്ലേ. ഐ ക്യാപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ആക്സിസ്, എക്സ് ആക്സിസിന് അലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ്. അത് പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ പ്ലസ് ഐ ക്യാപ്പാണ്, നെഗറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് ഐ ക്യാപ്പാണ്. അതുപോലെ ജെ ക്യാപ്പ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ്സ് ദി യൂണിറ്റ് വെക്ടർ അലോങ് വൈ ആക്സിസ്. വൈ ആക്സിസിന് അലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് എന്ത്? ജെ ക്യാപ്പ്. അത് പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ പ്ലസ് ജെ ക്യാപ്പ്, നെഗറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് ജെ ക്യാപ്പ്. അതുപോലെ കെ ക്യാപ്പ് റെപ്രസെൻറ്റ്സ് യൂണിറ്റ് വെക്ടർ അലോങ് സെഡ് ആക്സിസ് അല്ലേ. സെഡ് ആക്സിസിന് അലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് കെ ക്യാപ്പ്. അത് പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ പ്ലസ് കെ ക്യാപ്പ്, നെഗറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് കെ ക്യാപ്പ്. അപ്പം ഞാൻ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ, യൂണിറ്റ് വെക്ടേഴ്സിനെ. ഇപ്പം എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വെക്ടർ എൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് എന്ത്? എ ക്യാപ്പ്. അതുപോലെ പി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള യൂണിറ്റ് വെക്ടറാണ് എന്ത്? 1 മാഗ്നിറ്റ്യൂഡുള്ള യൂണിറ്റ് വെക്ടറാണ് എന്ത്? പി ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ റെക്ടാങ്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് ഓക്കെ ആണല്ലോ. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ 3 ഡയമെൻഷനിലും 2 ഡയമെൻഷനിലും ഒക്കെ ഉള്ള വെക്ടേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, അതായത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണെങ്കിൽ, പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലായിരിക്കും അല്ലേ വെക്ടർ. പോസിറ്റീവ് എക്സ് ആക്സിസിലായിരിക്കും നമ്മൾ, അതായത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് നമ്മുടെ വെക്ടർ ഉള്ളതെങ്കിൽ പ്ലസ് എക്സ് ആക്സിസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുക. നെഗറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് എക്സ് ആക്സിസിൽ, അപ്പോൾ പ്ലസ് ഐ ക്യാപ്പും അതുപോലെ മൈനസ് ഐ ക്യാപ്പും. ഇനി വൈ ആക്സിസിലാണെങ്കിൽ പ്ലസ് ജെ ക്യാപ്പും അതുപോലെ മൈനസ് ജെ ക്യാപ്പും. അതുപോലെ സെഡ് ആക്സിസിലാണെങ്കിൽ പ്ലസ് കെ ക്യാപ്പും അതുപോലെ മൈനസ് കെ ക്യാപ്പും അല്ലേ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം. ഫോഴ്സ് വെക്ടർ 10 ന്യൂട്ടൺ അലോങ് പോസിറ്റീവ് ആക്സിസ്. അത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 10 ന്യൂട്ടൺ അലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ്. പോസിറ്റീവ് എക്സ് ആക്സിസ് ആകുമ്പം പ്ലസ് ഐ ക്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ യൂണിറ്റ് വെക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യുക അല്ലേ. മാഗ്നിറ്റ്യൂഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് 10 ന്യൂട്ടൺ എന്ന് പറയാം. ഇനി 20 ന്യൂട്ടൺ, ഞാൻ വേറെ എക്സാമ്പിൾ പറയുകയാണ്. 20 ന്യൂട്ടൺ അലോങ് നെഗറ്റീവ് വൈ ആക്സിസ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? 20 ന്യൂട്ടൺ ഇൻറ്റു മൈനസ് ജെ ക്യാപ്പ് എന്ന് എഴുതാം അല്ലേ, ജെ ക്യാപ്പ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ -20 ന്യൂട്ടൺ ഇൻറ്റു ജെ ക്യാപ്പ് എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും കറക്റ്റാണ് അല്ലേ. അതുപോലെ പോസിറ്റീവ് സെഡ് ആക്സിസിൽ 30 ന്യൂട്ടൺ. അത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 30 ന്യൂട്ടൺ ഇൻറ്റു കെ ക്യാപ്പ് എന്ന് എഴുതാം അല്ലേ. അതുപോലെ മൈനസ് ഡയറക്ഷനിലുള്ള മൈനസ് എന്താ പറയുക, സെഡ് ആക്സിസിലുള്ള 40 ന്യൂട്ടൺ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 40 ന്യൂട്ടൺ ഇൻറ്റു മൈനസ് കെ ക്യാപ്പ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ -40 ഇൻറ്റു കെ ക്യാപ്പ് എന്ന് എഴുതാം അല്ലേ. ഈ രൂപത്തിൽ നമുക്ക് വെക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 10 ന്യൂട്ടൺ അലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് 10 ന്യൂട്ടൺ ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഓക്കെ, വേറെ എക്സാമ്പിൾ. ഫോഴ്സ് വെക്ടർ 10 ന്യൂട്ടൺ അലോങ് നെഗറ്റീവ് എക്സ് ആക്സിസ്. നെഗറ്റീവ് എക്സ് ആക്സിസിന് അലോങ് ആയിട്ട് എന്താണ്? F = 10 ന്യൂട്ടൺ ഇൻറ്റു മൈനസ് ഐ ക്യാപ്പ് അല്ലേ, അല്ലെങ്കിൽ -10 ന്യൂട്ടൺ ഇൻറ്റു ഐ ക്യാപ്പ്. ഇവിടെ
രണ്ട് ഓപ്ഷനും സെയിം ആണ്. ഓക്കെ, എ അല്ലെങ്കിൽ ബി. റെഡി? ഇനി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ നമുക്ക് വെക്ടറിനെ പിക്ചോറിയലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. പിക്ചർ വരച്ചിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ ഡയറക്ഷൻ നമുക്ക് ആംഗിൾ കൊടുത്തിട്ട് ഹൊറിസോണ്ടലുമായിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കലുമായിട്ടോ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അല്ലേ. വെക്ടർ എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു ഡയറക്ഷൻ ഓഫ് എ, ആ രൂപത്തിൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഓർത്തോഗണൽ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് എന്താണെന്ന് പരിചയപ്പെട്ടു. അതായത് എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും കോർഡിനേറ്റ് ആക്സിസിലുള്ള എന്താണ് യൂണിറ്റ് വെക്ടേഴ്സിനാണ് നമ്മൾ റെക്റ്റാങ്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും അതുപോലെ സെഡ് ആക്സിസിലും ഒക്കെ ഉള്ള യൂണിറ്റ് വെക്ടേഴ്സ് അവർ യഥാക്രമം ഐ ക്യാപ്പും ജെ ക്യാപ്പും അതുപോലെ തന്നെ കെ ക്യാപ്പും ആയിരിക്കും അല്ലേ. ഇനി അതുപയോഗിച്ചിട്ട് 3Dയിലും അതുപോലെ 2Dയിലൊക്കെ എങ്ങനെയാണ് എന്താ പറയുക വെക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഞാൻ ഇന്ന് റെക്റ്റാങ്കുലർ യൂണിറ്റ് വെക്ടേഴ്സിനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് നോക്കാം. ഏതൊക്കെ ടൈപ്പ് വെക്ടേഴ്സ് ആണുള്ളത്? ഒന്നാമത്തത് ഈക്വൽ വെക്ടേഴ്സ് ആണ്. അതായത് 2 or more വെക്ടേഴ്സ് ഹാവിങ് ദി സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദി സെയിം ഡയറക്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ പൊസിഷൻസ് ഇൻ സ്പേസ് ആർ കാൾഡ് ഈക്വൽ വെക്ടേഴ്സ്. സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും ഉള്ള വെക്ടേഴ്സ് ആണെങ്കിൽ അവരാണ് ഈക്വൽ വെക്ടേഴ്സ്. ഇവിടെ എ ബി, അതായത് പി എന്ന് പറയുന്ന വെക്ടർ അല്ലേ, അതുപോലെ ക്യൂ എന്ന് പറയുന്ന വെക്ടർ. പിയും എന്താണ് ക്യൂവും പിൻ്റെയും ക്യൂവിൻ്റെയും ഡയറക്ഷനും സെയിം ആണ്, അതുപോലെ തന്നെ അവരുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അതായത് അവർ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് സെയിം ആണ്, അതുപോലെ തന്നെ അവരുടെ ആരോൻ്റെ ലെങ്ത്തും സെയിം ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് പി ഈക്വൽ ടു ക്യൂ എന്ന് പറയാം. ഓക്കെ, വെക്ടർ പി ഈക്വൽ ടു വെക്ടർ ക്യൂ. ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, അതുപോലെ ഡയറക്ഷനും സെയിം ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് വെക്ടേഴ്സ് ആണ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് വെക്ടേഴ്സ്. ഓപ്പോസിറ്റ് വെക്ടേഴ്സിൻ്റെ പ്രത്യേകത അവരുടെ ലെങ്ത് സെയിം ആണ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ്, 180 ഡിഗ്രിയിലാണ് ഉണ്ടാവുക. ഓക്കെ, ഒന്ന് പ്ലസ് എക്സ് ആക്സിസിലാണെങ്കിൽ മറ്റേത് മൈനസ് എക്സ് ആക്സിസിലായിരിക്കും. ഒന്ന് പ്ലസ് വൈ ആക്സിസിലാണെങ്കിൽ മറ്റേത് പ്ലസ് മൈനസ് വൈ ആക്സിസിലായിരിക്കും. ഈ രൂപത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള എന്നാൽ സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടേഴ്സിനെ നമ്മൾ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എനി 2 വെക്ടേഴ്സ് ഓഫ് സെയിം ടൈപ്പ് വിച്ച് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആർ കാൾഡ് ഓപ്പോസിറ്റ് ഓർ നെഗറ്റീവ് വെക്ടേഴ്സ്. ഓക്കെ, ഇനി സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ മാഗ്നിറ്റ്യൂഡും അൺഡിഫൈൻഡ് ഡയറക്ഷനും ഉള്ള വെക്ടറിനെ നമ്മൾ സീറോ വെക്ടർ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് കാൾഡ് എ സീറോ വെക്ടർ ഓർ എ നൾ വെക്ടർ അല്ലേ. നൾ വെക്ടർ എന്ന് പറയും. നൾ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സീറോനെ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ, നൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സീറോ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ആരോ മാർക്കിട്ടാണ് നമ്മൾ സീറോ വെക്ടറിനെ അല്ലെങ്കിൽ നൾ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സീറോ വെക്ടർ കനോട്ട് ബി റെപ്രസെൻറ്റഡ് ഗ്രാഫിക്കലി. അതിന് മാഗ്നിറ്റ്യൂഡും ഇല്ല, അതുപോലെ ഡയറക്ഷനും ഇല്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് പിക്ചോറിയലി എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് വെക്ടേഴ്സ് പഠിച്ചു. പ്രധാനപ്പെട്ട ഒന്ന് ഈക്വൽ വെക്ടേഴ്സ്, ഒന്ന് നെഗറ്റീവ് വെക്ടേഴ്സ്, മറ്റൊന്ന് സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ. ഓക്കെ, ഇനി 2 ഡയമെൻഷനിലുള്ള ഒരു വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ 2 കമ്പോണൻസിൻ്റെ ഇൻ ടേംസിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് ഞാൻ എ എന്ന് പറയുന്ന ഒരു വെക്ടറിനെ A1ൻ്റെയും A2ൻ്റെയും ഇൻ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിക്കണം, ഇത് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ പ്രത്യേകിച്ച് +1 കുട്ടികളാണെങ്കിൽ നമ്മൾ വെക്ടറിനെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെക്ടേഴ്സിൻ്റെ കമ്പോണൻ്റ് എങ്ങനെയാണ് എടുക്കുന്നത്, റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇനി പഠിച്ചിട്ട് അത് അപ്ലൈ ചെയ്യാനുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഒരു വെക്ടർ അല്ലേ, റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള എ എന്ന് പറയുന്ന വെക്ടർ, വെക്ടർ എ. വെക്ടർ എനെ എനിക്ക് A1 വെക്ടർ A1 പ്ലസ് വെക്ടർ A2 എന്ന് എഴുതാൻ പറ്റും. നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അവിടെ നമ്മൾ പറയുന്നുണ്ട്, ഞാനത് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ഓർഡറിൽ എടുത്തിട്ടുള്ള 2 സൈഡ്സ് 2 വെക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സം എന്ന് പറയുന്നത് 2 വെക്ടേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് അതേ ട്രയാങ്കിളിൻ്റെ അവസാനത്തെ സൈഡ് ഓപ്പോസിറ്റ് ഓർഡറിൽ എടുത്തിട്ടുള്ള അവസാനത്തെ സൈഡ്. ഓപ്പോസിറ്റ് ഓർഡർ എന്ന് പറയുമ്പം ഇതാണ് ഇവിടുത്തെ ഓർഡർ അല്ലേ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇവിടുത്തെ ഓർഡർ. അപ്പോൾ ക്ലോക്ക് വൈസിൽ എടുത്തിട്ടുള്ള ഓപ്പോസിറ്റ് ഓർഡർ,
ക്ലോക്ക് വൈസ് എല്ലാം എടുത്തിട്ടുള്ള ഓപ്പോസിറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടറാണ്. അതായത് ആ രണ്ട് വെക്ടറിൻ്റെയും സമ്മാണെന്നാണ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് രണ്ട് വെക്ടേഴ്സ്, വെക്ടർ 1 അതുപോലെ വെക്ടർ 2 അല്ലേ, അവർ രണ്ടാളെയും സം എന്ന് പറയുന്നത്. അവർ രണ്ടാളെയും നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് എടുക്കുകയാണ്. ആ സൈഡ്സ് ഓർഡറിൽ എടുക്കുകയാണ്, ഒരേ ഓർഡറിൽ, ഒരേ ഡയറക്ഷനിൽ എടുക്കുകയാണ്. ഓക്കെ, ഒരേ ഓർഡറിൽ. അപ്പോൾ ആ ഒരേ ഓർഡറിൽ എടുത്തിട്ടുള്ള രണ്ട് സൈഡ്സിൻ്റെ സം എന്ന് പറയുന്നത് അതേ ട്രയാങ്കിളിൻ്റെ തന്നെ മറ്റേ വശം ഉപയോഗിച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഓപ്പോസിറ്റ് ഓർഡറിൽ എടുത്തിട്ട്. ഓക്കെ, ഓപ്പോസിറ്റ് ഓർഡറിൽ എടുത്തിട്ടുള്ള അതേ ട്രയാങ്കിളിൻ്റെ മറ്റേ വശത്തെയാണ് അതിൻ്റെ സം എന്ന് പറയുന്നത്. അതായത് ഇവിടെ V1, ഇത് V1 ആണ്, ഇത് V2 ആണ്, രണ്ട് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആണ്. ഇത് V3 ആണ്, മൂന്നാമത്തെ സൈഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഓർഡറിൽ എടുത്തിട്ടുള്ള അല്ലേ. ഇവിടെ നമുക്ക് V3 ഈക്വൽ ടു V1 പ്ലസ് V2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, വെക്ടർ V3 ഈക്വൽ ടു വെക്ടർ V1 പ്ലസ് V2. അപ്പം അതേപോലെ ഇവിടെ നമുക്ക് എന്ത് പറയാം? വെക്ടർ A ഈക്വൽ ടു വെക്ടർ A1 പ്ലസ് വെക്ടർ A2. ഇനി വെക്ടർ A1 എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ മാഗ്നിറ്റ്യൂഡ്, A1ൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ, A1ൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡയറക്ഷൻ ഓഫ് A1 അല്ലേ, ഡയറക്ഷൻ ഓഫ് A1 പ്ലസ് A2 എന്ന് പറയുന്നത് എന്താണ്? A2ൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡയറക്ഷൻ ഓഫ് A2 ആണ് അല്ലേ, ഡയറക്ഷൻ ഓഫ് വെക്ടർ A2. ഓക്കെ, ഇവിടെ A1ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇതിനെ വെക്ടർ എന്നുള്ള കൺസെപ്റ്റ് മാറ്റി വെച്ചിട്ട് ഇതിനൊരു ട്രയാങ്കിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇവിടെ നമുക്കറിയാം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് എന്താണ് 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടെ എനിക്ക് A ഈക്വൽ ടു റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ എന്ന് പറയാം അല്ലേ, A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ വെക്ടർ എന്നുള്ള കൺസെപ്റ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ A ഈക്വൽ ടു, അതായത് A ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ ആണ് അല്ലേ, A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ ആണ്, അതായത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇനി വേറൊരു കാര്യം, അതായത് ഈ A1ൻ്റെയും Aൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ അല്ലേ. അപ്പോൾ സൈൻ തീറ്റ എന്തായിരിക്കും? സൈൻ തീറ്റ എന്ന് പറയുന്നത് A2 ഡിവൈഡഡ് ബൈ എന്താണ്? A2 ഡിവൈഡഡ് ബൈ A ആണ്. ഓക്കെ, A2 ഡിവൈഡഡ് ബൈ A ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എനിക്ക് A2ന് എന്ത് ചെയ്താൻ പറ്റും? A2 ഈക്വൽ ടു A സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. റെഡി ആണല്ലോ, A സൈൻ തീറ്റ. അതുപോലെ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് A1 ആണ്, ഡിവൈഡഡ് ബൈ A എന്ന് എഴുതാൻ പറ്റും അല്ലേ. അതല്ലെങ്കിൽ A1ന് എനിക്ക് A കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. റെഡി ആണല്ലോ. അപ്പോൾ ഞാനിവിടെ A1ന് പകരം ഈ A കോസ് തീറ്റ എന്നുള്ളത് റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, A കോസ് തീറ്റ ഓക്കെ ഇൻറ്റു, ഇനി ഡയറക്ഷൻ ഓഫ് A1 എന്ന് പറയുന്നത് എന്താണ്? ഇത് ഏത് ഡയറക്ഷനിലാണ് ഉള്ളത്? പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലാണുള്ളത് അല്ലേ. അപ്പോൾ അവിടുത്തെ ഡയറക്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഐ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ഉപയോഗിക്കാം. ഇതാണ് ഇവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ ഓഫ് വെക്ടർ A എന്ന് പറയുന്നത് എന്താണ്? ഐ ക്യാപ്പ് ആണ് അല്ലേ. പ്ലസ് ഇനി എന്താണ്? A2നെ എനിക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? A2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്കറിയാം സൈൻ തീറ്റ ഈക്വൽ ടു A2 ബൈ A ആണ്. അപ്പോൾ A സൈൻ തീറ്റയാണ് A2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെനിക്ക് A സൈൻ തീറ്റ എന്ന് എഴുതാം ഇൻറ്റു A2ൻ്റെ ഡയറക്ഷൻ എന്താണ്? പോസിറ്റീവ് വൈ ആക്സിസിലാണ് അതിൻ്റെ ഡയറക്ഷൻ. അതുകൊണ്ട് എനിക്ക് ജെ ക്യാപ്പ് എന്ന് എഴുതാൻ പറ്റും അതിൻ്റെ ഡയറക്ഷന് അല്ലേ. അപ്പോൾ വെക്ടർ എനെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? A കോസ് തീറ്റ ഇൻറ്റു I പ്ലസ് A സൈൻ തീറ്റ ഇൻറ്റു ജെ ക്യാപ്പ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇങ്ങനെ നമുക്ക് A എന്ന് പറയുന്ന വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള റെക്റ്റാങ്കുലർ യൂണിറ്റ് വെക്ടറിൻ്റെ ഇൻ ടേംസിലാണ് നമ്മൾ 2 ഡയമെൻഷനൽ ആയിട്ടുള്ള വെക്ടർ എനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ. ഓക്കെ,
അപ്പോൾ നമുക്ക് എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമുള്ള ഐ ക്യാപ്പിൻ്റെയും അതുപോലെ ജെ ക്യാപ്പിൻ്റെയും ഒക്കെ ഇൻ ടേംസിൽ, അതുപോലെ സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്, അതായത് കമ്പോണൻസ്, ഒരു വെക്ടറിൻ്റെ കമ്പോണൻസ്, എക്സ് ആക്സിസിലുള്ള കമ്പോണൻറ്റ് അതുപോലെ വൈ ആക്സിസിലുള്ള കമ്പോണൻറ്റ് ഉപയോഗിച്ചിട്ട് ഒരു വെക്ടറിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നും നമ്മളിന്ന് പഠിച്ചു അല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതേ കൺസെപ്റ്റ് തന്നെ, അതായത് ഒരു വെക്ടറിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, 3 ഡയമെൻഷനിലുള്ള ഒരു വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത്, 2 ഡയമെൻഷനിലുള്ള വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇന്നൊരു ഇൻട്രൊഡക്ടറി ലെക്ചർ മാത്രമാണ്, വെക്ടേഴ്സിനെ പരിചയപ്പെടുത്താനുള്ള ഒരു ലെക്ചർ മാത്രമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.